ഓക്കെ ചിരിക്കും. നിങ്ങളെന്താ മുഖത്ത് ഇത്ര ഗൗരവം? ഹലോ, ഞങ്ങൾ രണ്ടുപേരും പോകുന്നത് കോഴിക്കോടേക്കാണ്. എൻ്റെ പല്ലിൻ്റെ സെക്കൻഡ് ടൈം ഡോക്ടറെ കാണിക്കേണ്ട ഡേറ്റ് ആയിരുന്നു ഇന്ന്. അപ്പം ഞാനും അമ്മയും കൂടി ഒരു മണിക്കാണ് ഡോക്ടറെ കാണിക്കേണ്ടത്. അപ്പം ഫസ്റ്റ് നമുക്ക് ഫുഡാണല്ലോ മുഖ്യം. അപ്പം ഞാനും അമ്മയും കൂടി ഒരു ഹോട്ടലിൽ കയറി ഫുഡെല്ലാം കഴിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. ആസ് യൂഷ്വൽ ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് അവിടെ എത്തിയത്. അപ്പോൾ അവർ ഫുഡ് കഴിക്കായിരുന്നു. അപ്പം അവർ ഫുഡ് കഴിച്ച് കഴിയുന്നവരവിടെ കാത്തിരുന്നിട്ട് താഴത്തെ പോർഷനായിരുന്നു ഇന്ന് ക്ലിയർ ചെയ്തത്. അമ്മേനോട് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് അമ്മ ഫോട്ടോ എടുത്ത് തന്നു. അത് വേറൊരു കാര്യം. ഡോക്ടറാണെങ്കിലും അടിപൊളിയായിരുന്നു. അവർ നമ്മൾ ഭയങ്കര കംഫർട്ടാക്കിയിട്ടാണ് അവർ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ കയറി. എനിക്ക് ആ പക്കവട ചിന്നിയും കൂടി ഇരുന്നത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര കൊതി. തിന്നാനായില്ല, അത് വേറെ കാര്യം. കാരണം ആ ഒരു റൂട്ട് കനാൽ പോലൊരു സാധനം ഇട്ടുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് സ്ട്രോങ് ചായ കിട്ടാതിൽ പിണയെ കുത്തിരിക്കുന്ന അമ്മ. പക്കവട കഴിക്ക് ഇഷ്ടായോ? സോസ് വേണോ? അങ്ങനെ നേരെ ഒളവണ്ണ ബസ് പിടിച്ച് അവിടെ ഇറങ്ങി. ഇത് കണ്ടോ, ഇത് VKCൻ്റെ വീടാണ്. ഞങ്ങൾ അയൽവാസിയായിട്ട് വരും VKC. കറക്റ്റ് ഞങ്ങളുടെ വീട്ടിൻ്റെ ബാക്കിലാണ് വീട്. അങ്ങനെ ഞങ്ങൾ തറവാട്ടിലേക്കുള്ള വഴിയിലേക്ക് നടക്കുകയാണ്. ഞങ്ങൾ ഇന്ന് തറവാട്ടിലേക്ക് പോകാൻ കാരണം വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ്. വെള്ളിയാഴ്ച വിളക്ക് കത്തിക്കല്ലോ നമ്മൾ. അങ്ങനെ അവിടെ പോയി. അമ്മമ്മ വൈകുന്നേരം ആയപ്പോഴേക്കും അവിടെ എല്ലാം ക്ലീൻ ചെയ്യാണ്. വിളക്കത്തിക്കാൻ സമയമായപ്പോഴേക്കും എല്ലാം ക്ലീൻ ചെയ്യാണ്. ഇത് കണ്ടോ, ഇത് ഞാൻ കുറേ ദിവസമായി പിളിമ്പി ഇങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മയോട് ഇങ്ങനെ പറയുന്നു. വാങ്ങി കിട്ടുകയാണെങ്കിൽ കൊണ്ടുവരണമെന്ന് പറയുമായിരുന്നു. തറവാട്ടിൽ കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ഇപ്പം വേറെ സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടായതാണ്. അപ്പം അത് കണ്ടപ്പം അക്രന്തം കൊണ്ട് എടുത്ത് അത് തിന്നാനൊന്നും പറ്റുന്നില്ല, കാരണം ഇട്ടിക്കല്ലേ ഉള്ളൂ. അപ്പം ഒരു കല്ല് കടിക്കുന്നൊരു ഫീലായിരുന്നു ആ ഒരു റൂട്ട് കനാൽ പോലത്തെ ഒരു സാധനം ചെയ്തുകൊണ്ട്. അപ്പം എങ്ങനെയൊക്കെയോ അതെല്ലാം കഴിച്ച് അങ്ങനെ അമ്മമ്മേൻ്റെ കൂടെ അവിടെയെല്ലാം അങ്ങനെ ഇതിൽ നടന്ന് അമ്മമ്മേനെ ഹെൽപ്പ് ചെയ്തിട്ടില്ല, അതിലൂടെയൊക്കെ നടന്ന് അമ്മമ്മ തന്നെ കയറും. നമുക്കവിടെ അങ്ങനെ കയറാൻ പറ്റില്ല. അപ്പോൾ അവരെല്ലാം ക്ലീൻ ചെയ്ത്. ഇത് കണ്ടോ, ഇത് നമ്മളെ മൂർത്തിയാണ്. അപ്പുറത്തുള്ളത് ഗുളികൻ്റെ അടുത്തേക്ക് നേരത്തെ ഉള്ളത്. അങ്ങനെ കസിൻ വന്നു, അവളെ കൂടെ വെളിച്ചെണ്ണയെല്ലാം വാങ്ങാൻ പോയി ഗുളികന് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഗുളികനും ഭഗവതിക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും എൻ്റെ വല്യമ്മയും അമ്മായിമാരും എല്ലാം എത്തി. ഞങ്ങൾ വിളക്കത്തിക്കുന്ന സമയമായി. അങ്ങനെ വിളക്കെല്ലാം കത്തിക്കാൻ പോയി. വല്യമ്മ വരുമ്പോൾ അമ്പലത്തിൽ പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും ഷെയർ എല്ലാം ചെയ്ത് 2 വീട്ടിലേക്കും ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് അമ്മമ്മ. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ശോഭിതമ്മേൻ്റെ ഇളയ മാമൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ നല്ല മീൻകറിയും ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് കഴിച്ചു. കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു, ക്ലിപ്പിട്ട പാടെ. അതുകൊണ്ട് കുറച്ചത് കഴിച്ച് അത് കഴിഞ്ഞിട്ട് നേരെ തറവാട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വിശേഷമാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പം ബൈ.